പ്രാക്ടിക്കൽ പ്രോബ്ലം 6 ഇല്ലുസ്ട്രേഷൻ 28 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇവരെന്ത് ചെയ്യുന്നില്ല, ആദ്യം ബാലൻസ് ഷീറ്റ് അത് ബാലൻസ് ഷീറ്റ് അല്ല, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ അവർ നിലവിലെ എന്തെല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന ഓർമ്മ ഉണ്ടാവും അറിയില്ല. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോർഡർ ആയിട്ടുള്ള അക്കൗണ്ട്സിനെയാണ് സിംഗിൾ എൻട്രി എന്ന് പറയാം. അപ്പോൾ ഒരാൾ ഡബിൾ എൻട്രി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നു, എന്നിട്ട് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്തു, ഒരു സുപ്രഭാതത്തിൽ പോയി, പിന്നെ അക്കൗണ്ടൻ്റ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസോർഡർ ആയാൽ അവിടെയും നമുക്ക് എന്തെന്ന് പറയാം? സിംഗിൾ എൻട്രി എന്ന് പറയും. അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മ ഉണ്ടാകും. അപ്പോൾ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഏത് മാത്രമല്ല, ഡെബിറ്റും ക്രെഡിറ്റും തീരെ ഫോളോ ചെയ്യാത്ത എന്ന് മാത്രം അർത്ഥമല്ല, ഫോളോ ചെയ്ത് വന്നതിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാൽ സ്റ്റോപ്പ് ആയാലും പിന്നെയും അതിന് എന്തെന്ന് പറയാം? സിംഗിൾ എൻട്രി എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഇവിടെ ആർ ഡിഡ് നോട്ട് മെയിൻറ്റെയിൻ ദ ബുക്സ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ബട്ട് ഹി കെയർഫുള്ളി ഫോളോ ദ ഫോളോവിങ് സിസ്റ്റം. അവർ എന്ത് ചെയ്തിട്ടില്ല, ഡബിൾ എൻട്രി അല്ല ഫോളോ ചെയ്യുന്നത്, പക്ഷെ താഴെ പറയുന്ന ഒരു സിസ്റ്റം അയാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ആളുകൾക്കും അവരവർക്ക് തോന്നുന്ന രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മോനെ എന്ത്? സിംഗിൾ എൻട്രി. ഓക്കെ. അങ്ങനെ അവരുടെ രീതിയിൽ ഫോളോ ചെയ്ത സാധനങ്ങളാണ് എവരി വീക്ക്. അപ്പോൾ ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഉണ്ട്, വീക്കാണ്, വീക്ക്. ഓക്കെ അല്ലേ? ആഴ്ച. ഓരോ ആഴ്ചയിലും 200 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. അപ്പോൾ ഫോളോവിങ് ആർ ഹിസ് ബാങ്ക് ട്രാൻസാക്ഷൻ 13 വീക്സ്. അപ്പോൾ നമ്മുടെ ബേസ് എത്ര വീക്സ് ആണെന്ന് മനസ്സിലാക്കാം? 13 വീക്സ്. ഓക്കെ അല്ലേ? നിങ്ങൾ 200നെ മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ? മന്ത്ലി ആണെങ്കിലല്ലേ. ഇവിടെ വീക്കിലി ആണെങ്കിൽ ഒരു വർഷം മൊത്തമാണെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ പറയാൻ പറ്റും? ഒരു വർഷത്തിൽ എത്ര വീക്ക് ഉണ്ട്? 52. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ ഒരു വർഷമൊന്നുമില്ല, ഇവിടെ ഒരു ഗ്യാപ്പ് ഏതുള്ളൂ, 13 വീക്കാണ്. അഥവാ അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇത് ഡിസംബർ അല്ലേ 2022. അതിന് ശേഷം അവിടെ നിങ്ങളുടെ എത്ര വീക്ക് വന്നു? 13 വീക്ക്. ഇനി ഏതാണ് ഏതുവരെ എത്തുമെന്ന് നമ്മൾ നോക്കണ്ട. 13 വീക്ക് ഇൻറ്റു 13 അടിക്കാൻ മറക്കണ്ട, നോട്ട് ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ഏതാ? ആഫ്റ്റർ മീറ്റിംഗ് ഹിസ് വീക്കിലി സൺഡ്രി എക്സ്പെൻസ്. അയാളുടെ സൺഡ്രി എക്സ്പെൻസ് ഇല്ലേ 100 രൂപയാണ് ആവറേജ് വീക്കിലി. അപ്പോൾ ഇൻറ്റു എത്ര അടിക്കണം? എടാ വീക്കിലി അല്ലേ, അപ്പോൾ എത്ര അടിക്കണം? 13. നിങ്ങൾ എന്തെങ്ങനെ മക്കളെ? മുകളിൽ നമ്മൾ വീക്കിലി എന്നൊക്കെ പറഞ്ഞ് 13 പറഞ്ഞല്ലേ. അപ്പോൾ അതിനുള്ളൊരു കോമൺ സെൻസ് പോലും ഇല്ല ഇല്ലേ? ഞാൻ ഭാഗ്യവാനാണ്. ഹിസ് ഡ്രോയിങ്സ് ദ ബാലൻസ് ഓഫ് വീക്കിലി കളക്ഷൻ ഈസ് ബാങ്ക്ഡ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അടുത്ത കണ്ടില്ലേ? ബാലൻസ് വരുന്ന പൈസ എന്ത് ചെയ്യും? ബാങ്ക്ഡ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് വീക്ക്. ഈ ആഴ്ചയിൽ വരുന്ന പൈസ ഒക്കെ എവിടെ കൊണ്ടിട്ട് ബാങ്കിലിടും? ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. എത്ര എമൗണ്ട് എന്ന് അറിയില്ല, ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ കണക്ട് ചെയ്ത് തരാം. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷന് വലിയ റെലവൻസ് ഒന്നും ഇല്ല അതിന്, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാം. നോ ക്യാഷ് പർച്ചേസ് ഈസ് മെയ്ഡ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ബൈ ചെക്ക്. ക്രെഡിറ്റേഴ്സിനൊക്കെ പൈസ കൊടുക്കുന്നത് ഏതാണ്? ചെക്കാണ്. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ കാണുമ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ വരും? ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്, ക്യാഷ് അല്ല. അടുത്ത പോയിന്റ് പറയുന്നത് സെയിൽസ് ആർ ഫിക്സഡ് പ്രൈസ് വിച്ച് ഈസ് ഇൻക്ലൂഡ് 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പോൾ അത് നോട്ട് ചെയ്യണം. സെയിൽസ് ഫിക്സഡ് പ്രൈസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ്. സെയിൽസ് എത്രയാണോ അതിൻ്റെ 20%ആണ് പ്രോഫിറ്റ്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് കോസ്റ്റിൻ്റെ 25% എന്നാണെങ്കിൽ ഇവിടെ എന്താ കണ്ടുള്ളത്? സെയിൽസിൻ്റെ 20%. അപ്പോൾ സാന്ദർഭികമായിട്ട് മാഷ് ഒരു ചെറിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ കോസ്റ്റിങ്ങിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരു എന്താ പറയുക അയവിറക്കാൻ വേണ്ടിയിട്ടും മാഷ ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യെസ്, ഇതാ ശ്രദ്ധിച്ചോ. കോസ്റ്റും പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റും തമ്മിലുള്ള പലവിധങ്ങളായ കളികളാണ്. പറയട്ടെ, ഞാനൊരു ഷോപ്പിൽ പോയി. നമ്മുടെ ഹെഡിങ് തന്നെ എന്താ? ഇതൊരു ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചതാണ്. നമ്മുടെ ഹെഡിങ് തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി ഹെഡിങ് വേറെ മാറ്റാം. നമ്മൾ ഇതിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നതനുസരിച്ച് ഹെഡിങ് ആക്കാം. ഓക്കെ, തിരിച്ചു വരാം. എന്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. യെസ്, ശ്രദ്ധിക്കാം. അത് ഞാനൊരു ഷോപ്പിൽ പോയി ഒരു ഷൂ വില ചോദിച്ചു. ആ ഷൂവിൻ്റെ പ്രൈസ് അവർ പറഞ്ഞത് 2000 രൂപ. മോളെ, ഷൂവിൻ്റെ പ്രൈസ് എത്ര? 2000 രൂപ. സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ ഒന്നാമത്തെ കേസാട്ടോ പറഞ്ഞു, കേസ് 1. സെല്ലിംഗ് പ്രൈസ് എത്ര? 2000. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, ഒന്ന് കുറച്ചുകൂടെ, എന്ത് വില ഇത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ സുഹൃത്തെ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ 2200 ആക്കട്ടെ. 2400 ആക്കാം. ലാസ്റ്റ് ഇനി മാറ്റില്ല. 2400 സെല്ലിംഗ് പ്രൈസ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അയാൾ ഞങ്ങൾ ആകെ പ്രോഫിറ്റ് എത്ര എടുക്കുന്നവർ പറഞ്ഞില്ല, പക്ഷെ ഒരു ഹിൻ്റ് തന്നു. ഞങ്ങൾ മേടിച്ച വിലയുടെ ഒരു 20% ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. മേടിച്ചതിൻ്റെ എത്രയാണ്? 20%. ഓക്കെ അല്ലേ? നമ്മളോടെ കളി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരാം? അവരെങ്ങനെയാണ് കോസ്റ്റ് പ്ലസ് 20%. അങ്ങനെയാണ് അവരുടെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം കോസ്റ്റിനെ നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്യുന്നു? 100. ക്ലിയർ? പ്ലസ് പ്രോഫിറ്റ് എത്ര തന്നിട്ടുണ്ട്? 20%. ഈസ് ഈക്വൽ ടു, ഇത് ചെയ്താലല്ലേ സെല്ലിംഗ് പ്രൈസ് വരാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 120 വരും. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതിന് ഏത് ഈക്വൽ ആയിട്ടുള്ള സാധനം അപ്പം നമുക്കറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം. എത്ര? 2400. അവരുടെ പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താം? 2400 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 20 അടിച്ചാൽ പ്രോഫിറ്റ് കിട്ടും. എത്ര വരും? പറയടാ. 400. ഓക്കെ അല്ലേ? ഇനി കോസ്റ്റ് എത്രയെന്ന് മനസ്സിലാക്കുക എങ്ങനെ? 2400 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു എത്രയാ? 100. എത്ര വരും? 2000. ഇല്ല, നമ്മൾ കോസ്റ്റിൽ കുറേ കണ്ട സാധനമല്ലേ, ബേസിക്. ക്ലിയർ? കാൽക്കുലേഷൻ നോക്കില്ലേ? നമ്മളോടെ കളി. നമ്മൾ അയാളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മേടിക്കുന്ന പൈസ എത്രയാണ്? 2000. ആ 2000-ൻ്റെ എത്ര ശതമാനം? 20%. കണ്ടു, 2000-ൻ്റെ 20%. പ്രൂഫാണ്. പ്രൂഫ് പറയൂ. കോസ്റ്റ് എത്രയാണ്? പ്രൂഫ് ഇങ്ങനെയാണ്, കോസ്റ്റ് പ്ലസ് 20% ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2000. അതിൻ്റെ 20% ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 2000. 2000-ൻ്റെ 20% എത്ര വരും? 400 ഈസ് ഈക്വൽ ടു 2400. അങ്ങനെ കണ്ടെത്തിക്കൂടെ? അല്ലേ? ഇതാണ് ഒരു വേ. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ. ഇനി അടുത്ത സാധനം, ഇതിന് വേറെ എളുപ്പപ്പണിയുണ്ട്, പറയട്ടെ. ഓർ മറ്റൊരു ആംഗിളാണ് ഇവിടെ. ഓർ സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ വേറെ ആംഗിൾ പറഞ്ഞേരെ മക്കളെ. ഈ 20% എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 20-ൽ എത്ര 20% ഉണ്ടാവും? 5 അല്ലേ? 20-ൽ എത്ര തെറ്റിപ്പോയി. 100-ൽ എത്ര 20 ഉണ്ട്? 5. അങ്ങനെ ചോദിക്കണം. മൈ മിസ്റ്റേക്ക്. 1/5. 20% ഈസ് ഈക്വൽ ടു 1/5. വിൽ യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2000-ൻ്റെ 1/5 കണ്ടുനോക്കും. 2000 × 1/5 എത്ര കിട്ടി? 400. അപ്പം ഇങ്ങനെ പറഞ്ഞൂടെ? ഇനി ഈ 1/5 ഓൺ ഏതാണ്? കോസ്റ്റ് ആണോ സെയിൽസ് ആണോ? 20% എന്താ? ഏതിൻ്റെ മുകളിലാണ്? കോസ്റ്റിൻ്റെ മുകളിലല്ലേ? ഓൺ ഏതാ? കോസ്റ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ പ്രോഫിറ്റ് നോക്ക്, ഇതാണ് സംഭവം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോ. എന്താ? ഇഫ് പ്രോഫിറ്റ് ഈസ് dash % on cost,
then it is equal to percentage on ഏതാണ് സെയിൽസ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തരാൻ പോവാം മാഷ്. ഓക്കെ അല്ലേ? കോസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് പറയുമ്പോൾ ഇങ്ങനെ ഇതിനും പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞൂടെ? ഹലോ മോളെ, ശ്രദ്ധിക്കുന്നില്ലേ? അല്ലേ, ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോൾ പറയും 1/5 ഓൺ ഏതാണ് കോസ്റ്റ് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു പറയാൻ പറ്റാറിയല്ലോ 1/5 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/6 ഓൺ ഏതാണ് സെയിൽസാണ്. ഡൗട്ടുണ്ടോ? എങ്ങനെ മനസ്സിലാവുന്ന പ്രൂഫ് തന്നാൽ പോരെ? ഓക്കെ, മനസ്സിലാവണതിൻ്റെ ആധികാരികതയൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, കാരണം ഇപ്പം വല്ലാതെ മനസ്സിലായിട്ടില്ല. ഓക്കെ അല്ലേ? എല്ലാവരും ഉണ്ട്, ടിസ്റ്റ് ഉണ്ട്. എന്തായാലും അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ അതിൽ പ്രൂഫ് എന്നാൽ പറയാം. നിങ്ങൾ നേരത്തെ സെയിം എക്സാമ്പിൾ ഇടും. ഇതിൻ്റെ മീനിങ് എന്താ? നിങ്ങളുടെ കോസ്റ്റിൻ്റെ 1/5 കിട്ടിയ എമൗണ്ടും സെയിൽസിൻ്റെ 1/6 കിട്ടിയ എമൗണ്ടും സെയിം ആണെന്നല്ലേ? അല്ലേ? കോസ്റ്റ് എത്ര ഇവിടുത്തെ കോസ്റ്റ്? നമ്മുടെ ക്വസ്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 2000 അല്ലേ? 2000ൻ്റെ എത്രയാ? 1/5 എത്ര വരും നോക്കൂ? 400. ഇനി സെയിൽസ് അല്ലേ കാണേണ്ടത്? ഇത് കോസ്റ്റ് അല്ലേ എടുത്ത്? സെയിൽസ് എത്ര? 2400 അല്ലേ? 2400ൻ്റെ 1/6 നോക്കൂ. ഇനിയിപ്പോൾ ഇതിലെന്താ ഇത് വേണ്ട? പ്രൂഫ് വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? കിട്ടിയില്ലേ? എല്ലാ ക്വസ്റ്റിലും ഇങ്ങനെ വർക്കാവും. പോരെ? വേറെ എക്സാമ്പിളൂടെ തന്നാൽ പോരെ? വേറെ എക്സാമ്പിൾ തരാം. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയട്ടെ. ഇതാണ് മെയിൻ ഹെഡിങ് കേട്ടോ. മോന് ശ്രദ്ധിക്കുന്നില്ലേ? ഇതിൻ്റെ കോമ്പിനേഷൻ പറയണം. 1/6 ഓൺ ഏതാണ് കോസ്റ്റ്? ഇത് കോസ്റ്റിൻ്റെ കോളല്ലേ? കോസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്? 1/5 ഓൺ കോസ്റ്റ് ആകുമ്പോൾ 1/6 ഓൺ ഏതാ? സെയിൽസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തോ വരിക? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ മക്കൾ? എൻ്റെ ഐഷുമു പറയും 3ാം ക്ലാസ്സിലല്ലേ 1/5 ആണെങ്കിൽ ഇവിടെ 1/6 അല്ല. അപ്പോൾ ഇവിടെ 1/6 ആണെങ്കിൽ 1/7 അല്ലേ? അല്ലാത്ത ഓക്കെ അല്ലേ? ഇനി കാൽക്കുലേഷൻ പ്രൂഫ് വേണം? വേണം അല്ല, അത് നോക്കണ്ടേ? എല്ലാവർക്കും മനസ്സിലാവണ്ടേ? 2000 × 1/6 എത്ര വരും? ത്രീ 333.33. 2000 ഇവിടെ ഏതാണ്ട് 2 ഇവിടെ സെയിൽസ് എല്ലാം ഉണ്ട്. 2400 × 1/7 333 ഇല്ലേ? 3 കട്ട് ചെയ്യല്ലേ? ഇങ്ങനൊന്നല്ലേ എൻ്റെ വീഡിയോ പോയി. നമുക്ക് മായ്ക്കാം. നിങ്ങൾ 2400 മോളല്ലേ ചെയ്തേ? അല്ലല്ല, അത് തെറ്റി. ഇതെന്താ സംഭവിച്ചാലേ ഐ വിൽ ഷോ. എനിക്കറിയാം, ഞാൻ പലതും അടിക്കും അറിയാത്ത പോലെ. മാത്സ് തെറ്റൂല, ഷാക്കിറും തെറ്റൂല. നിങ്ങൾ 2400 എങ്ങനെ എടുക്കണം? നമുക്ക് നിങ്ങളെ 2400 അല്ലല്ലോ 2000 കോസ്റ്റ് എന്നുണ്ടെങ്കിൽ 2000ൻ്റെ 1/6 കാണാം. എത്ര? 33.33 അല്ലേ? ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നല്ലേ? ഇവിടെ എടുക്കേണ്ടത് 2333.33ൻ്റെ എത്രയാണ്? 1/7 അത് കാണും. അപ്പം നമുക്ക് ഏത് കിട്ടും? 33.33 ഓക്കെ അല്ലേ? മനസ്സിലായ? ഇവിടെ നിങ്ങൾ 2,400 എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ 2,400 എങ്ങനെ കിട്ടി? 400 രൂപ പ്രോഫിറ്റ് ഏതിൻ്റെ കൂടെ? കോസ്റ്റ്. ഈ 2000ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടല്ലേ 2,400 കിട്ടിയേ അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ എടുക്കാം. ഓക്കെ, ക്ലിയർ? പെർസെൻറ്റേജ് മാറ്റാം, എമൗണ്ട് മാറ്റാം. പെർസെൻറ്റേജ് ഏതാണ്? 25%. ക്വസ്റ്റിൽ എങ്ങനെയാണെന്ന് കേട്ടോ?
25% ഓൺ ഏതാണ്? കോസ്റ്റ്. ഇതിനെങ്ങനെ ഫ്രാക്ഷനായിട്ട് പറയാം? 1/4. സംശയമുണ്ടോ? 100-ൽ 25, 25, 25, 25, അങ്ങനെ 4 25 ചേർന്നാലാണ് അപ്പോൾ 1/4 ഓൺ കോസ്റ്റ് അല്ലേ? അപ്പോൾ ആ റിലേഷൻ ഇവിടെ എന്താ വരിക? 1/, കൂട്ടിക്കോ, 5 ഓൺ ഏതാ? ഓൺ സെയിൽസ്. ഓക്കെ അല്ലേ? ഇത് അക്കൗണ്ട്സിലല്ല, ഇത് കോസ്റ്റിങ്ങിലാണ് ഇതിൻ്റെ കളികൾ വരാനിരിക്കുന്നുണ്ട്, വിവിധങ്ങളായ കളികൾ. ഓക്കെ, യെസ്, ശ്രദ്ധിക്കും. അപ്പോൾ വേറെ എക്സാമ്പിൾ എടുക്കാം. 1000 രൂപയാണ് എന്ത്? ബാഗിൻ്റെ വില. എത്ര? 1000. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്? കോസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 1000 രൂപ. അതിൻ്റെ കൂടെ നിങ്ങൾ 25% ആഡ് ചെയ്യൂ. അപ്പോൾ എത്ര കിട്ടും? ആഡ് ചെയ്യണോ? ആഡ് ചെയ്യും. 1250. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം. നിങ്ങളുടെ സെയിൽസ് വാല്യൂ ഇല്ലേ? എത്രയാണ് സെയിൽസ് വാല്യൂ? 1250 അല്ലേ? ആ 1250-ൻ്റെ ഇവിടെ ഒരു ചെറിയ സാധനം ഒന്നുമല്ല, നത്തിങ് ഗ്രേറ്റ്, തെറ്റില്ല. ഓർ 1000-ൻ്റെ എന്ത് കാണാം? 1/, ഏതാണ്? 4. എത്ര വരും? 250. അത് ആഡ് ചെയ്താൽ എത്ര തന്നെ വരും? 1000 പ്ലസ് എത്രയാണ്? ഇവിടെ പ്ലസ് ഇട്ടാൽ മതി, കുഴപ്പമില്ലല്ലോ. പ്ലസ് 250. അപ്പോൾ എത്ര വരും? 1250. നത്തിങ് ഗ്രേറ്റ്. ഇനി ഈ 1250 സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര കണ്ടോളൂ? 1/5 കണ്ടോളൂ. എത്ര വരണം? 250. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൂഫ് അല്ലേ? യെസ്. അപ്പം ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓൺ കോസ്റ്റ്, ഓൺ ഏതാ? സെയിൽസ്. പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ്, പെർസെൻറ്റേജ് ഓൺ സെയിൽസ്. ഓക്കെ, 1/8. അപ്പോൾ അപ്പുറത്ത് ഏത് വരാം? 1/9. ഇവിടെ 1/3. അപ്പോൾ ഇവിടെ ഏത് വരാം? 1/2. ഇവിടെ 1/4. അപ്പോൾ ഇവിടെ എത്ര വരും? 1/5. ഇവിടെ 1/13. അപ്പോൾ ഇവിടെ എത്ര വരും? 1/14. ഇവിടെ എത്ര? 1/20. പിന്നെ ഇവിടെ എത്ര വരും? 1/90. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? മനസ്സിലില്ലേ? എഴുതണ്ടല്ലോ അവിടെ. സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ടാണ് കുട്ടിക്ക് എടുക്കുന്നത്? കുട്ടിക്ക് ഈ കോൺസെപ്റ്റ് അറിയുന്നതുകൊണ്ടാണ്? അല്ല, പിന്നെ എന്തുകൊണ്ട് കെടുന്നു? വെറുതെ കെടുന്നു. കുട്ടി പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഒഴിവാക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇത് മനസ്സിലില്ലേ? ഇത് എഴുതി വെക്കേണ്ട ആവശ്യജനം ഉണ്ടാവില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻ ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കും. എന്നാലും എഴുതി വെക്കണ്ട. യെസ്. നമുക്ക് നമ്മുടെ തിരിച്ചു പോകാം. പിന്നെ സമയം തരാം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എഴുതാൻ സമയം തരാം. ക്വസ്റ്റ്യൻ്റെ ഫോക്കസ് നഷ്ടപ്പെടണ്ട. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ കയ്യിലില്ല, ഇനി ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തോളൂ. ബാക്കി എവിടെ എത്തി? ഫോൺ നമ്പർ ഏതാ മക്കളെ? ഇവിടെ എഴുതാ. ഏത് പറഞ്ഞപ്പോഴാണ് അതൊക്കെ പറഞ്ഞത്? ഡി. എന്താ? സെയിൽസ് ആർ അറ്റ് ഫിക്സഡ് പ്രൈസ് വിച്ച് ഇൻക്ലൂഡ്, എന്താ പറയുന്നത്? 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അതിനെങ്ങനെ മാത്തമാറ്റിക്കലി പറയാം? 20% profit is equal to, profit is equal to 20% on sales. 20% on sales എന്ന് പറഞ്ഞാൽ ഇതിനെ ഓർ നമുക്ക് എന്ത് പറയാം? 1/5 ഓൺ ഏതാണ്? സെയിൽസ് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏതാ? 1/4 ഓൺ ഏതാണ്? കോസ്റ്റ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നൊരു പരിപാടിയാണ്. എന്താ വെച്ചാൽ 20% 1/5 അല്ലേ? അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആവും? 25% ഓൺ കോസ്റ്റ്. ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇങ്ങനെയാവും കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇതാവും നിങ്ങൾക്ക് എന്താവും? കംഫർട്ട് ആവും എപ്പോഴും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ പഠിക്കാം. എന്താ? കാരണം മിക്കവാറും ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് വരുന്നത് 20-25 ആവില്ലേ? അപ്പോൾ 20% ഓൺ സെയിൽസ് ആണെങ്കിൽ കോസ്റ്റിൻ്റെ എത്ര ആയിരിക്കും? 25% ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ നോട്ടായിട്ട് എഴുതി വെച്ചാൽ ഒരു പണിതോ നോട്ട്. അത് പ്രാക്ടിക്കൽ പ്രോബ്ലം എത്രാമത്തെ? 6. പ്രാക്ടിക്കൽ പ്രോബ്ലം 6. പ്രാക്ടിക്കൽ പ്രോബ്ലം 6. ഇല്ലുസ്ട്രേഷൻ ഏതാ? 28.
എടുക്കുന്നൊക്കെ കണ്ടാൽ ഞാൻ എടുത്തിട്ട് ഇനി പുറത്തേക്ക് വിടുകയും ചെയ്യടാ, ക്ലാസ്സിൽ ഇരുത്തുകയില്ലേ. എഴുതി വെച്ചാണ്. നോട്ട് നമ്പർ ഏതാ? 1. ഇഫ് എഴുതി വെക്കാം. ഇഫ് പ്രോഫിറ്റ് എഴുതാം. ഇഫ് പ്രോഫിറ്റ് ഈസ് 20% on sales, 20% on sales, ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ബ്രാക്കറ്റിൽ ഓർ 1/5 on sales, it is equal to സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതിയാൽ it is equal to 1/4 on cost. 1/4 on cost. ബ്രാക്കറ്റിൽ ഓർ എത്രയാണ്? 1/4 പറയുമ്പോൾ മനസ്സിലായ? 4 1 എന്ന് പറഞ്ഞ് 25% അല്ലേ? ഓക്കെ, ക്ലിയർ. ഞാൻ എൻ്റെ ഒരു കോമ്പിനേഷൻ എഴുതണ്ട, ഞാൻ വേറൊരു കോമ്പിനേഷൻ പറയട്ടെ. 1/4 ഓൺ ഏതാണ്? സെയിൽസ് ആണെങ്കിൽ എങ്ങനെയാവും? 1/3 ഓൺ ഏതാണ്? കോസ്റ്റ്. ഏതിലാവും കുറവ് വരിക? കോസ്റ്റിൽ. അങ്ങനെ ആലോചിച്ചാൽ സെയിൽസിൻ്റെ ആവും എന്ത് ചെയ്യുന്നുണ്ടാവുക? കൂടുതൽ. 1/4 പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 25%. 1/3 പറഞ്ഞാൽ എത്രയാണ്? 33.33. ഇത് കാണാപ്പാടം പഠിച്ചു വെക്കാൻ പറ്റുമോ? പക്ഷേ ഈ റിലേഷൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടൂലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്? 20% ഓൺ സെയിൽസ് ആണെങ്കിൽ 25% ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല? പറ്റില്ല. പക്ഷേ ടെക്സ്റ്റുകളിൽ ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ ഏത് ഫോളോ ചെയ്താൽ മതി? ഫ്രാക്ഷൻ ഫോളോ ചെയ്താൽ മതി. വുഡ് ബി നൈസ്. ഓക്കെ അല്ലേ? യെസ്, ആ നോട്ട് അവിടെ ഉണ്ടായിക്കോട്ടെ. ബാക്കി പിന്നെ എഴുതാം. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ എടുത്ത് എല്ലാവരും വൃത്തിയിലിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട് എയർനെസ്സും മറ്റതൊക്കെ. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ മതി പറഞ്ഞിട്ടുണ്ട്. സാക്രിഫൈസ് ആണ്. ഏതാ? സാക്രിഫൈസ്. നാളെ വലിയ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? കരുതലാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആണ്. അടുത്ത പോയിന്റ് നമ്പർ ഇ. വൈകി ക്രെഡിറ്റ് സെയിൽസ് ആർ വൈകിടാം. Credit sales are fixed price which include 20% profit on sales. അത് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, യെസ്, അതൊക്കെ പറഞ്ഞു. ഇ ആണ് അടുത്തത്. ഏതാ? ക്രെഡിറ്റ് സെയിൽസ് ആർ ഫ്യൂ ആൻഡ് ആർ നോട്ടഡ് ഇൻ ഡയറി. ക്രെഡിറ്റ് സെയിൽസ് കുറച്ചുള്ളൂ. അതെവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേയ്മെന്റ് ആർ റിസീവ്ഡ് ഇൻ ചെക്ക് ഓൺലി ഫ്രം സച്ച് സപ്ലയർ. അവരിൽ നിന്ന് പേയ്മെന്റ് കിട്ടുക എങ്ങനെയാണ്? ചെക്കായിട്ടാണ്. അടിയിലൊരു ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ടേബിൾ കണ്ട അതിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2000 കണ്ടില്ലേ? അത് ഇവിടുന്ന് കിട്ടിയ പൈസയാണ്. എഴുതി വെച്ചോ. ചെക്ക് ഡെപ്പോസിറ്റിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. ഫ്രം ഡെപ്റ്റേഴ്സ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് എവിടുന്ന? ഫ്രം ഡെപ്റ്റേഴ്സ്. ഓക്കെ അല്ലേ മകളെ? അപ്പൊ ഈ പറഞ്ഞ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലേ? അതാണിത്. അപ്പൊ മോളത്തെ സ്റ്റേറ്റ്മെന്റ് ഈ എന്നുള്ള സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് അത്. ഈ ഒന്നുകൂടെ വേഗം വായിക്കും മക്കളെ. ക്രെഡിറ്റ് സെയിൽസ് ആർ ഫ്യൂ ആൻഡ് ആർ നോട്ട് ഇൻ ഡയറി. പേയ്മെന്റ് ആർ റിസീവ്ഡ് ഇൻ ചെക്ക് ഓൺലി ഫ്രം സച്ച് പാർട്ടീസ്. ഓക്കെ അല്ലേ? അഥവാ നമ്മൾ സച്ച് പാർട്ടീസ് പറഞ്ഞപ്പോൾ കടത്തിന് നമ്മൾ വിറ്റ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങനെയായിരിക്കും? ചെക്ക് വഴി. അങ്ങനെ കിട്ടിയ എമൗണ്ട് ആണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. ഫ്രം ഏതാണ്? ഡെപ്റ്റേഴ്സ്. കണക്ട് ചെയ്തില്ലേ? യെസ്. അടുത്തതാണ് എക്സ്പെൻസ് അതർ ദാൻ സൺട്രീസ് ആൻഡ് അതർ സ്പെഷ്യൽ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ഇൻ ചെക്ക്. എല്ലാ എക്സ്പെൻസുകളും എങ്ങനെയാണ്? ചെക്കായിട്ടാണ്. അതർ ദാൻ ഏതാണ്? സൺട്രീസ്. ആൻഡ് സ്പെഷ്യൽ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അത് എങ്ങനെയാണ്? ചെക്കായിട്ട് അല്ല. അടുത്തതാണ് ഓൾ അൺപെയ്ഡ് ബിൽ ആർ കെപ്റ്റ് ഇൻ ദ ഫയൽ കെയർഫുള്ളി. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കൊടുക്കാനുള്ള ബില്ലുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയോ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ദെൻ അടിയിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഇൻഫർമേഷൻ തന്നത്. ഇതേതാണ്? ഒരു ക്യാഷ് ബുക്ക് ആണെന്ന് വിചാരിച്ചാൽ ഏത് കോളം? ബാങ്ക് ആണോ ക്യാഷ് ആണോ? ബാങ്ക് ആണോ ക്യാഷ് ആണോ? ബാങ്ക്. എങ്ങനെ മനസ്സിലായി? ഫോളോവിങ് ആർ ഹിസ്
ബാങ്ക് ട്രാൻസാക്ഷൻസ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ നിർത്ത ക്ലാസ്, എനിക്ക് വയ്യ. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് ബാങ്കിൻ്റെ? 5,000. കണ്ടില്ല, ബാലൻസ് ഓൺ January 1st. അടുത്ത ചെക്ക് റിസീവ് ചെയ്തപ്പോൾ പൈസ കൂടിയില്ലേ? 2,000. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്കിൽ പൈസ കൂടിയില്ലേ? അത് ഏത് സൈഡാണ്? ഡെപ്പോസിറ്റ് സൈഡ് അല്ലേ? വേണമെങ്കിൽ എഴുതി വെച്ചൂടെ, ആ പർട്ടിക്കുലർ സൈഡിന് ഡെപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. അടുത്തേതാ? പർട്ടിക്കുലേഴ്സ് ഏതാ? വിഡ്രോവൽ അല്ലേ? വിഡ്രോവൽ ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് പെയ്ഡ് എത്രയാണ്? 40,000. റെന്റ് പെയ്ഡ് എത്രയാണ്? 600. എക്സ്പെൻസ് അതർ ദാൻ സൺഡേ എക്സ്പെൻസ് എത്രയാണ്? 3000. ദെൻ ബാലൻസ് എത്ര? 5,400. ആഫ്റ്റർ 13 weeks on 1st April, Monday, the entire cash was missing when it was to be deposited in the bank. 13 വീക്കിന് ശേഷം എന്തില്ല? ലാസ്റ്റ് എന്ത് കാണാനല്ല? entire cash missing. The following further fact are ascertained. കുറച്ച് കാര്യം കൂടെ കിട്ടി. ഒന്നേതാ? സ്റ്റോക്ക് ഓൺ ദ ഡേ വാസ് വാല്യൂ. ഓൺ ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ 13 വീക്കിൻ്റെ എൻഡിൽ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക്. നോട്ട് ചെയ്തൂടെ അല്ലേ? കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 10,000. ഏത് സ്റ്റോക്കാ? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിൽ പല ഇൻഫർമേഷനും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, യെസ്. അടുത്തേതാ? സൺഡേ ഡെപ്റ്റേഴ്സ് എമൗണ്ട് ടു 20,000 ആസ് പെർ ഡയറി. ഡെപ്റ്റേഴ്സിന് എത്ര കൊടുക്കാനുള്ളത്? സോറി, അവർ എത്ര തരാനുള്ളത്? 10,000. സൺഡേ ക്രെഡിറ്റേഴ്സ് എത്രയുള്ളത്? 8,000. ഫൈൻഡ് ഔട്ട് എമൗണ്ട് ഓഫ് ക്യാഷ് മിസ്സിംഗ്. അണ്ടർലൈൻ ഈസ് ഹെവി. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ക്യാഷ് മിസ്സിംഗ്. എങ്ങനെ കണ്ടെത്താൻ പറ്റും? നോട്ട് നമ്പർ ഏതാ? 2 എഴുതി. നോട്ട് നമ്പർ 2 എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി മക്കളെ? ക്യാഷ് അക്കൗണ്ട് എഴുതാം. പ്രിപ്പയർ എ ക്യാഷ് അക്കൗണ്ട്. നോട്ട് നമ്പർ 2, പ്രിപ്പയർ എ ക്യാഷ് അക്കൗണ്ട്. Prepare a cash account to find out missing cash. ക്യാഷിന്റെ ചാനലിന്റെ വരുന്ന കയ്യിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്താൽ പോരെ? അപ്പൊ കഴിയില്ല, എത്രയല്ലേ വേണ്ടുള്ളൂ. ഓക്കെ, ഇതിൽ ഡെപ്റ്റേഴ്സ്. അപ്പോൾ മെയിൻ സാധനം ഏതാണ്? ക്യാഷ് ബുക്കാണ് ഫസ്റ്റത്തെ. അപ്പോൾ എഴുതിക്കോ, അടിയിൽ ക്യാഷ് ബുക്ക് വരച്ചോ. ക്യാഷ് ബുക്ക് പെട്ടെന്നാവട്ടെ. ഡബിൾ കോളം വേണോ? വേണ്ട. ഏത്? സിംഗിൾ കോളം. ഏത് മതി? സിംഗിൾ കോളം. ഏതിൻ്റെ കോളം മാത്രം മതി? ക്യാഷ് ഓൺലി എഴുതി വെക്കുക. ക്യാഷ് ഓൺലി. ഇത് റിസീപ്റ്റ്സുകളാണ്. ഡെബിറ്റിൽ ഇവിടെ ഏതാണ്? പേയ്മെൻറ്റ്സ്. ക്യാഷ് അക്കൗണ്ട് വരച്ചാലും മതി. ഓക്കെ, മതി, അത്രേ ഉള്ളൂ. രണ്ടിൻ്റെ പർപ്പസ് ഒന്നല്ലേ? ബുക്ക് വേണമെന്നില്ല. ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്. മനസ്സിലായി? ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതിയാലോ. ഫസ്റ്റ് മുതൽ നോക്കി നോക്കും. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെ അറിയാം. എത്ര രൂപ? 1000 അല്ലേ? എല്ലാ മക്കളെ എല്ലാവരും അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കും. നല്ല കുട്ടികളോ മക്കളെ. മന്തി മേടിച്ചാലെന്ന് പറഞ്ഞേ ചൂടായിട്ടൊന്നും കാര്യമില്ല. മന്തി മേടിച്ചതാ പറയും. ഏതാണ്? ബാലൻസ് ഷീറ്റിൽ ക്യാഷ് കണ്ട എത്ര കണ്ടു? 1000. ഇതെവിടെ എഴുതാം? ഡെബിറ്റിൽ എഴുതണോ ക്രെഡിറ്റിൽ എഴുതണം? ഡെബിറ്റ്. എന്ത് പറഞ്ഞ് എഴുതണം? ടു ബാലൻസ് ഡ്രോഡ് ഓൺ എമൗണ്ട് 1000. ടു ബാലൻസ് ഡ്രോഡ് ഓൺ 1000. പുതിയ
പുതിയതായിട്ട് കാണുന്ന വരെയാണ് എപ്പോഴും. പൊട്ടൻ ബിസ്ക്കറ്റ് ഉണ്ട് അതിൽ, പൊട്ടത്തി ബിസ്ക്കറ്റ് ഉണ്ട് അതിൽ, എല്ലാവരും ഉണ്ട്. ത്രാസ് ഒപ്പിച്ചാട്ടാ. ടു ബാലൻസ് ബ്രോഡ്. എത്ര എമൗണ്ട് 1000. ഇനി എന്താണ്, ഇങ്ങനെ ഓരോന്ന് പെറുക്കി നോക്കി നോക്കി എന്തെങ്കിലും കിട്ടുമോ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഏതാ? എവരി വീക്ക് ഡ്രോ ചെയ്യുന്നില്ലേ? ഡ്രോ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ മക്കളെ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണ്ടേ? എന്ത് പറഞ്ഞെഴുതാം? ബൈ ഡ്രോവിങ്സ്. എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര വരും? 200 ഓരോ വീക്കിലാണ്. ഇതിപ്പോൾ എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? 13 വീക്ക്. അപ്പോൾ 2600. സിമ്പിൾ, ആർക്കും ചെയ്യാം. കടന്നു വരൂ. അടുത്ത ഐറ്റം പറയൂ. ആഫ്റ്റർ മീറ്റിംഗ് വീക്ക്ലി സൺഡ്രി എക്സ്പെൻസ് എത്രയാണ്? 100. ആവറേജ് സൺഡ്രി എക്സ്പെൻസ് എത്ര വരും? 100 രൂപ. അപ്പോൾ എത്ര വരും? 1300. സൺഡ്രി എക്സ്പെൻസിന്റെ ജേണൽ എൻട്രി എന്താ? സൺഡ്രി എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ എഴുതിക്കോളൂ, ബൈ സൺഡ്രി എക്സ്പെൻസ് 100 into 13 is equal to 1300. 1300 അല്ലെങ്കിൽ 1300 സെയിം അല്ലേ? ഓക്കെ, ഇങ്ങനെ പോരട്ടെ. നോ ക്യാഷ് പർച്ചേസ് ഈസ് മെയ്ഡ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ബൈ ചെക്ക്. നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തില്ല? ക്യാഷ് പർച്ചേസ് ഇല്ല മനസ്സിലായി. അടുത്തതാ സെയിൽസ് ഫിക്സ് ചെയ്ത് സെയിലിംഗ് പ്രൈസ്. നമുക്കിപ്പോൾ ഇവിടെ ഇതൊന്നും ക്യാഷിൻ്റെ അല്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ട് പലതും. ക്രെഡിറ്റ് സെയിൽസ് ആർ നോട്ട് പേയ്മെന്റ്. ഇനി നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് പോയാൽ കിട്ടും, അല്ല പാസ്ബുക്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പോയാൽ എന്തെങ്കിലും കിട്ടുമോ? ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞതോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞത് എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലേ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ 42,000, എൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞ മക്കൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ക്യാഷിൽ പോകില്ലേ? എന്താണ് ബൈ ഏതാ? ബാങ്ക്. എമൗണ്ട് എത്ര? 42,000. ഇനി വിഡ്രോ ചെയ്തിട്ടുണ്ടാ? ഉണ്ടാ വിഡ്രോ ഇല്ല. ഇനിയിപ്പോൾ ഇതിനെന്താ എഴുതണ്ടാവും? ബാലൻസ് ഇതാവും അല്ലേ? പ്രധാനപ്പെട്ട 2 സാധനങ്ങൾ തരാം. ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്ന കാര്യം അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് അവിടെ പറഞ്ഞു. പോയിന്റ് നമ്പർ സി കണ്ടാങ്ങൾ. സി എന്താ പറയുന്നത്? മോനെ സി എന്താ പറയുന്നത്? വായിച്ചോ അവൻ വായിക്കട്ടെ. സി എന്താ പറയുക? ക്വസ്റ്റ്യൻ സി വായിച്ചു. സി എന്താ? നോ ക്യാഷ് പർച്ചേസ് ഈസ് മെയ്ഡ്, ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ ഇതിന് എഫക്റ്റ് ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. എമൗണ്ട് കൊടുക്കുന്നതൊക്കെ ഏതിലാണ്? ചെക്കായിട്ടാണ്. അപ്പോൾ ഇതിന് എഫക്റ്റ് ഉണ്ടാക്കും. അടുത്ത ഏതാണ്? ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാ? ഫ്യൂ. ക്രെഡിറ്റ് സെയിൽസ് ആർ ഫ്യൂ എന്നാ പറഞ്ഞത്. അതിൻ്റെ പൈസ എവിടേക്ക് കിട്ടുന്നുണ്ട്? ഡയറക്റ്റ് ബാങ്കിലേക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇല്ലടാ, ആ കിട്ടിയതല്ലേ 2000 എന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്രെഡിറ്റേഴ്സിന് 40,000 കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് 2000 രൂപയുടെ സെയിൽസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പർച്ചേസിനേക്കാൾ നോർമലി എന്തുണ്ടാവും മോളെ? സ്റ്റാൻഡപ്പ്. പുറത്ത് പോവാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? പിന്നെ എന്താ വരുന്നത്? കിടന്ന് ഉറങ്ങാനാ വരുന്നത്. ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? പോയിക്കോ, ബുക്കെടുത്ത് പോയിക്കോ. അടുത്ത ഐറ്റം പറയും. ഇനി ഉണ്ടാവില്ല. വളരെ മോശം കേട്ടോ, വളരെ മോശം.
ക്രെഡിറ്റ് സെയിൽസ് വളരെ കുറവാന്നുള്ളതിൻ്റെ മീനിങ് എന്താ? അവിടെ ക്യാഷ് സെയിൽസ് ഉണ്ട് എന്നല്ലേ? അല്ലേ? ക്യാഷ് സെയിൽസ് വന്നാൽ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ആ എമൗണ്ട് ഇതിനെ എഫക്റ്റ് ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ. യെസ്. അതിനിവിടെ കുറച്ച് ട്രിക്കി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാൻ പറ്റില്ലല്ലോ. ഒരു 7 മാർക്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? കുറച്ച് ടിസ്റ്റായിട്ട് തരണം. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം. വർക്കിംഗ് നോട്ട് നമ്പർ 1 വേഗമാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 1 നമുക്ക് 3 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഓക്കെ. ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പിന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, മനസ്സിലായി? ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അറിയില്ലേ? എത്ര? 2 ബാലൻസ് ബ്രോഡ് ഓൺ 15,000. ഞാൻ ചോദിക്കണ്ടല്ലോ അല്ലേ, ഞാൻ അങ്ങനെ എടുത്ത് പറയും പോവാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്ന് നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു പോകും അല്ലേ? നല്ലത്. എടാ, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നിങ്ങളിങ്ങനെ പറയണ്ടേ? വേണ്ടേ? ഒരു ന്യായമായ കാര്യമല്ലേ ചോദിക്കുന്നത്? ഇത്രയും സീരിയസ് ആയിട്ടൊരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഇത്ര സീരിയസ്നെസ് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ? ഭയങ്കര ഒരു ഇതായിട്ടാണ്. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ്? 15,000 അല്ലേ ഓപ്പണിംഗ്? ഇനി ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ എഴുതാണ്ട? ഇല്ല, ഒന്നുമില്ല. എന്താണ് 20,000? വിച്ച് മീൻസ് അത് ഏത് ബാലൻസാ? ക്ലോസിംഗ് 13 വീക്കിന് ശേഷം. അത് എവിടെ എഴുതണം? ബൈ ബാലൻസ് ക്യാരി. എത്ര എമൗണ്ട് വരുന്നു? 20,000. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? നോക്കി പറയാം. എന്താണ്? ബാങ്കിലേക്ക് പൈസ വരുന്നത് അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിലിട്ട് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എന്നൊക്കെ എഴുതി വെച്ച് ഞങ്ങൾ ഇല്ലേ? ഇല്ല മക്കളെ. എത്ര എമൗണ്ട് ഉള്ളത്? 2,000 ഇല്ലേ? അതിൻ്റെ എൻട്രി എന്താവും? ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, അതിൽ 2 ഡെപ്റ്റേഴ്സ് എന്നല്ലേ ഇവരുടെ. അതിൻ്റെ എൻട്രി എന്താവും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ എന്ത് എഴുതണം? ബൈ ബാങ്ക്. ബൈ ബാങ്ക്. എമൗണ്ട് എത്ര? 2,000. നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കെടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വിട്ടോ, ഇവിടെ ഇരിക്കണ്ട. പനി എന്തൊക്കെ ആയിട്ട് നിങ്ങളെല്ലാ സൗകര്യവും കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി. ഓക്കെ അല്ലേ? കടം മേടിച്ചും അവിടുന്ന് ഇവിടുന്നൊക്കെ കൊടുന്ന പൈസ ഇട്ട് ഇവിടെ വന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങുക, നേരം ഇനി വരിക, ബസ്സിൻ്റെ പ്രശ്നം പറയാം. ഇതെന്താ വല്ല ബികോമാണ്? ഞാൻ പണ്ട് ബികോമിനൊക്കെ എടുത്തിരുന്ന മൂടാണ് ഇവിടെ.
എനിക്കിതൊന്നും പറയണ്ട, എനിക്ക് വന്ന് എന്തെങ്കിലും കണ്ട് പഠിപ്പിച്ചവർ പോയാൽ മതി. പിന്നെ നാളെ നിങ്ങൾ പറയുന്നത് ഒന്ന് സീരിയസ് ആക്കാതില്ലേ സാറിന് ഇതിന്റെ ഗൗരവം പറയാനില്ലേ? ഇനി എങ്ങനെ ഗൗരവം എനിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൂഡ് പോകും. പിന്നെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന മൂഡ് ഇങ്ങനെ മാറ്റുന്ന ആർക്ക് വേണ്ടിയിട്ട് കുറേ പേര് സീരിയസ് ആയിട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്ത ആളുകൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോ, കുറേ സത്യം പറയാം, നിർത്തി പോയിക്കോ, പറയാൻ പാടില്ല എന്നാലും പറയാം. കഴിവല്ല ഈ സാധനം, ഡെഡിക്കേഷനാണ്. അല്ലെങ്കിൽ വേറെ ആ കുട്ടി ജർമ്മനിയിലൊക്കെ പോയവരെ ചെയ്തു. ഇത് പോകാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു കേട്ടോ, ഞാൻ വിവാദമൊക്കെ ഉണ്ടെന്നാണ്. ഇത് ബാലൻസ് ചെയ്യട്ടെ അല്ലേ? ഇത് ബാലൻസ് ചെയ്താൽ എന്താ കിട്ടുക? പുതിയ സാധനമാണ്, നമ്മളിതൊന്നും പഠിച്ചില്ല, പുതിയ സാധനം, ഫ്രഷാണ്. എന്താ കിട്ടുക? അത് ബാലൻസ് ചെയ്താൽ എത്ര കിട്ടും എമൗണ്ട്? 22,000. ഇതിൻ്റെ പേരെന്താ? 7,000 എന്താ? ഏതാ? സെയിൽസ്. ഏത് സെയിൽസാണ്? ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ആവേശം എന്താ പറയുക, ഇങ്ങനെ കാലത്ത് വരുമ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യണം, കുട്ടികളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര രസമായി പോകണം. പിന്നെ കഴിഞ്ഞ് പോകുമ്പോൾ ഇതേപോലെ നിങ്ങളിവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ പല രീതിത്തൊക്കെ കണ്ടാൽ. അതാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അടുത്ത സാധനം ഏതാ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഏത് സെയിൽസ് അത്? ക്രെഡിറ്റ് സെയിൽസ്. എത്ര എമൗണ്ട്? 7,000. ഇനിയും റിപ്ലൈ തരരുത് കേട്ടാ, ഇനിയും അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടാ, റിപ്ലൈ ഒന്നും തരരുത്. ഓക്കെ? ക്രെഡിറ്റ് ഏതാ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അതിന്റെ ഓപ്പണിംഗ് എത്രയുള്ളത്? ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡ് നോക്കിയാൽ കിട്ടും. ബൈ ബാലൻസ് ബ്രോഡ് എത്ര എമൗണ്ട്? 10,000. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തല്ല? ഓക്കെ, ബാങ്കിന്റെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ക്രെഡിറ്റേഴ്സ് പെയ്ഡ്. അപ്പോൾ എൻട്രി എന്താ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. എമൗണ്ട് എത്രയായിരുന്നു? 40,000. ഇവിടെ നോക്കിയിട്ട് എഴുതുന്നുണ്ടാവും ക്വസ്റ്റ്യനിൽ, അത് നോക്ക്. ബാങ്കിന്റെ അക്കൗണ്ട് ഇവിടെ നിന്ന് കാണിച്ചു തരണ. നോക്ക്, ക്രെഡിറ്റേഴ്സ് പെയ്ഡ് 40,000. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഇനി വേറെ എന്തെങ്കിലും? സൺട്രി 8,000 എന്താ? ക്ലോസിംഗ് ഉണ്ട്. യെസ്. അപ്പോൾ ക്ലോസിംഗ് എവിടെ? ക്രെഡിറ്റേഴ്സിൻ്റെ ടു ബാലൻസ് ക്യാരിഡ് ഓൺ 8,000. ബാലൻസ് ചെയ്തൂടെ? 48,000. 10,000 പോലെ എത്ര വരും? 38,000. ഇത് പർച്ചേസ് അല്ലേ? ബൈ പർച്ചേസ്. ഏത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസ്. ബാലൻസിങ് വേറായിട്ട് വരും. ക്രെഡിറ്റ് പർച്ചേസ്. ഇതിലൊന്നും ഇപ്പം നമുക്ക് ഇതിൽ എഴുതാനുള്ള വല്ലതും കിട്ടിയാ ഇല്ല. നമ്മളെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞ് ഓർമ്മണ്ട. ഏത് പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്? ഫ്യൂ മാത്രമേ എന്തുള്ളൂ? ക്രെഡിറ്റ് സെയിൽസ് ഉള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ട്? ക്യാഷ് സെയിൽസ് ഉണ്ട്. അത് കണ്ടെത്താം. ഈ വർക്കിംഗ് നോട്ട് നമ്പർ 1ന്റെ പർപ്പസ് എന്താ? എഴുതി വെച്ചോ. ടു ഫൈൻഡ് ഔട്ട്. മുകളിൽ എഴുതിയൊക്കെ ടു ഫൈൻഡ് ഔട്ട് എന്താ? ക്യാഷ് സെയിൽസ്. ടു ഫൈൻഡ് ഔട്ട് ക്യാഷ് സെയിൽസ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും വകുപ്പുണ്ടോ ഇത്രയും സാധനം തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം. കാൽക്കുലേറ്റർ എടുക്കുക. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നില്ലേ? എത്ര ഉള്ളത്? അപ്പം ഇനി മെയിനായിട്ട് കാണാൻ പോവാണ്. എന്താ കാണാൻ പോണത്? എക്സ്ക്യൂസ് മീ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഏത് കാണാൻ പോവാം? ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി? എന്ത് കണ്ടാൽ മതി? ടോട്ടൽ സെയിൽസ് കണ്ട്
അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ക്രെഡിറ്റ് സെയിൽസ് ലെസ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ സെയിൽസ് കാണാൻ പോവാം. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഹെഡിങ് എന്താണ്? ക്യാഷ് സെയിൽസ് ആണ്. നമുക്ക് ഓപ്പണിങ്ങിൽ സ്റ്റോക്ക് ഇല്ലേ? ഓക്കെ, ഒന്ന് പ്രാക്ടിക്കലി ചിന്തിക്കാം. വാച്ചാണ് നമ്മൾ എന്തെങ്കിലും ഡീൽ ചെയ്യുന്നത്, വാച്ച് മേടിച്ച് വിൽക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങിൽ നമ്മുടെ അടുത്ത് എത്രയുടെ വാച്ച് ഉണ്ടായിരുന്നു? പറയാൻ പറ്റുമോ? 10,000 ഓപ്പണിങ് സ്റ്റോക്ക് അല്ലേ? പിന്നെ നമ്മൾ എത്ര രൂപയുടെ വാച്ച് മേടിച്ചു? പർച്ചേസ് എത്ര ചെയ്തു? മൊത്തം പർച്ചേസ് 38,000 അല്ലേ? സാർ, ക്യാഷ് പർച്ചേസ് അല്ലല്ലോ ഇത്, ക്രെഡിറ്റ് അല്ലേ? ആണ്. ഇവിടെ എന്തില്ല? ക്യാഷ് പർച്ചേസ് ഇല്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ അവരെത്ര രൂപയുടെ പർച്ചേസ് ചെയ്തു? 38,000. അങ്ങനെ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര രൂപയുടെ വാച്ച് ഉണ്ട്? 48,000. അതിൽ നിന്ന് എത്ര രൂപയുടെ വിറ്റത് എത്രയാ? 7,000. എത്ര കോസ്റ്റ് വരുന്നതാണ് വിറ്റത്? 7,000 രൂപയ്ക്കുള്ള വിറ്റ്. 7,000 മാത്രമല്ലല്ലോ വിറ്റ്, ക്രെഡിറ്റ് സെയിൽ മാത്രല്ലേ, ക്യാഷിന് വിറ്റതും കടത്തിന് വിറ്റതും. അതിൽ കടത്തിന് നിങ്ങൾക്ക് അറിയുള്ളൂ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം. മൈനസ് ഏതാ? ക്ലോസിങ് സ്റ്റോക്ക്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എത്ര രൂപയുടെ വാച്ച് ഉണ്ട്? ക്ലോസിങ് സ്റ്റോക്ക് എത്ര ഉള്ളത്? 4,000 അല്ലേ? അപ്പം നിങ്ങൾ എത്ര രൂപയുടെ സാധനം വിറ്റത്? 44,000. കോമൺ സെൻസ്. നിങ്ങൾ ആലോചിച്ചു, ഞാനിത് ജാനുവരി, ഇവിടെ ജാനുവരി ഇല്ല, 13 വീക്കിൻ്റെ കാര്യമാണ്. ആ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയുടെ സാധനം ഉണ്ടായിരുന്നു? 10,000. പിന്നെ 38,000 പർച്ചേസ് ചെയ്തപ്പോൾ എത്ര രൂപയുടെ സ്റ്റോക്കായി? 58,000. അതിൽ 4,000 വാച്ച് എവിടെ ഉള്ളൂ? അപ്പോൾ ഇതെന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതെല്ലാം എപ്പോഴും അപ്ലൈ ചെയ്ത് അല്ലേ? നമ്മൾ ലോജിക്കലി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ആയി എത്ര മാത്രം. ഇപ്പോൾ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യുമെന്ന് ശ്രമിക്കാം. ഇവിടെ നിന്നാണ് കളി. ഈ 44,000 നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? സെയിൽസ് കണ്ടെത്താൻ പറ്റും. പറ്റുമോ? ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റും? 7,000 44,000 രൂപയുടെ വാച്ചും നമ്മൾ 44,000 വിൽക്കോ? നമ്മുടെ വല്ല അമ്മായിയുടെ മക്കളൊക്കെ ആവണം എന്ത് ചെയ്യാൻ? അതേ പ്രൈസിൽ വിൽക്കണേ. ലോജിക് അപ്ലൈ. 44,000 7,000 ലെസ് ചെയ്തിട്ട് കാര്യമില്ല. 20% എന്ത്? പ്രോഫിറ്റ് ആഡ് ചെയ്യും. നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് എങ്ങനെയാ? ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 20% ഓൺ സെയിൽസ്. പക്ഷെ നമുക്ക് സെയിൽസ് അറിയോ? എടാ, ഇത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കോസ്റ്റ്. ഓക്കെ, സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20%. അല്ലെങ്കിൽ 1/5. അങ്ങനെയാണെങ്കിൽ കോസ്റ്റിന്റെ എത്ര എടുക്കാനാ പറയുന്നത്? 1/4 എടുക്കാന്ന് പറയും. 1/4. അപ്പൊ എന്തെടുത്താൽ മതി? പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 44,000 എത്ര വരും? 1/4 എത്ര വരും? 11,000. ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരാണ് ടോട്ടൽ സെയിൽസ്. എത്ര വരും ടോട്ടൽ സെയിൽസ്? 55,000 മൈനസ് ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? ക്രെഡിറ്റ് സെയിൽസ്. എന്ത് ലെസ് ചെയ്യാം? ക്രെഡിറ്റ് സെയിൽസ്. എത്ര എമൗണ്ട്? 7,000. അപ്പോൾ എത്ര വരും? 40. That is what is cash sales. ഇതിന് സിംഗിൾ എൻട്രി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന് സിംഗിൾ എൻട്രിയുടെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് കേൾക്കണമെന്നും ആവശ്യമില്ല. ഓക്കെ അല്ലേ? യെസ്, ഇത് ബേസിക്സ് ആണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയട്ടെ, ഇത് ശ്രദ്ധിക്കും. 40,000 രൂപ എന്തുണ്ടായിരുന്നു? അല്ല, ഓപ്പണിങ്ങിൽ 10,000 രൂപ എന്തുണ്ടായിരുന്നു? വാച്ച് ഉണ്ടായിരുന്നു. 38,000 വാച്ച് പർച്ചേസ് ചെയ്തപ്പോൾ എത്ര രൂപയായി? ഇപ്പോൾ 48,000. അതിൽ ഇപ്പോഴും വാച്ച് വിൽക്കാതെ കിടക്കുന്നത് എത്രയാണ്? 4,000. അപ്പോൾ നിങ്ങൾ വിറ്റ വാച്ചിൻ്റെ കോസ്റ്റ് കുട്ടി, വിറ്റ വാച്ചിൻ്റെ കോസ്റ്റ് എത്രയാണ്? 44,000. ഓക്കെ അല്ലേ? അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെ? 1/4. ആ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. 1/4 എന്നല്ല ക്വസ്റ്റ്യൻ തന്നത്. ക്വസ്റ്റ്യൻ തന്നത് എന്തായിരുന്നു? 20% ഓൺ ഏതെന്നാ പറഞ്ഞ്? സെയിൽസ്.
ഇത് നമുക്ക് എന്തെന്നും വിളിക്കാം? 1/5 ഓൺ ഏത് വിളിക്കാം? സെയിൽസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/4 ഓൺ കോസ്റ്റ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ പണി പറയട്ടെ. ഇതിൻ്റെ 55,000-ൻ്റെ 1/5 ഉണ്ടോ? കാണും. 55,000-ൻ്റെ 1/5. 55,000 ആണല്ലോ സെയിൽസ്. എത്ര? 14. 55,000-ൻ്റെ 20% കണ്ടോ? 14. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടി? മൊത്തം സെയിൽസ് കിട്ടി. ഓക്കെ. സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? കോസ്റ്റ് പ്ലസ് ഏതാ? പ്രോഫിറ്റ്. അപ്പോൾ കോസ്റ്റ് നമ്മൾ കണ്ടെത്തി. കോസ്റ്റ് തന്നെയാണ് എന്ത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ. അപ്പോൾ 44,000 രൂപയുടെ വാച്ച് നമ്മൾ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റ്? 55,000. എത്ര രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തു? 14,000. ടോട്ടൽ സെയിൽസിൽ 7,000 ക്രെഡിറ്റ് സെയിൽ എന്നുണ്ടെങ്കിൽ ക്യാഷ് സെയിൽ എത്രയാണ്? 48,000. നേരെ പോവാം. എവിടെ പോവാം? ഇതിന് എൻട്രി. എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. വേഗം എഴുതിക്കോ എല്ലാവരും പോയിട്ട്. ആ വർക്കിംഗ് ഞാൻ വേറെ കാണിച്ചു തരാം. ടു സെയിൽസ് 48,000. ടു സെയിൽസ് ക്യാഷ് ബുക്കിൽ 2 സെയിൽസ്. എന്നിട്ട് എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. ക്യാഷ് ബുക്കിൽ 2 സെയിൽസ്. വർക്കിംഗ് നോട്ട് നമ്പർ 1. ബാലൻസ് കഴിഞ്ഞു. പിന്നെ ഐറ്റംസ് ഒന്നുമില്ല. 49,000. വേഗം കാൽക്കുലേറ്റർ എടുത്ത് ബാലൻസ് ചെയ്തോ. 49,000. എത്ര കിട്ടും? 3,100 രൂപ മിസ്സിങ് ആണ് ക്യാഷ് അല്ലേ? എന്ത് പറഞ്ഞ് എഴുതും? ബൈ ബാലൻസ് അല്ലേ? അതാണ് ഇത് ബ്രാക്കറ്റിൽ എഴുതാം. മിസ്സിങ് ക്യാഷ്. എത്ര രൂപ നമ്മുടെ കയ്യിൽ എന്താണ് മിസ്സിങ്? മിസ്സായിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണമായിരുന്നു? 3,100 രൂപ. ഓക്കെ. ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. ഓൾറെഡി നമ്മുടെ കയ്യിൽ 13ാമത്തെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ ഇരിക്കേണ്ടത്? 1000. ക്യാഷ് സെയിൽ ചെയ്തപ്പോൾ എത്ര കിട്ടി? 48,000. ഈ ക്യാഷ് സെയിൽസ് ഡയറക്റ്റ് തന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? അത് വ്യക്തമായിട്ട് കണ്ടെത്തി. ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് 2,600 വരുന്ന അല്ലേ? ഓരോ ആഴ്ചയിലും 200 വെച്ചിട്ട്. സൺഡേ എക്സ്പെൻസിന് വേണ്ടി 100 രൂപ മീറ്റ് ചെയ്തപ്പോൾ 1,300 പോയി. പിന്നെ ബാങ്കിലേക്ക് 42,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ കയ്യിൽ എത്ര രൂപ കാണണം? 3,100 കാണണം. പക്ഷേ ഇല്ല, അത് മിസ്സിങ് ആണ്. ആ മിസ്സിങ് എമൗണ്ട് കാണാനാണ് പറയുന്നത്. ഇനി നിങ്ങൾ എന്തുകൂടെ എഴുതി വെച്ചാൽ മതി? ഈ കാൽക്കുലേഷൻ കൂടെ എഴുതി വെച്ചാൽ ക്വസ്റ്റ്യൻ ഈസ് സോൾവ്.